ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു സെയിൽസ്മാന് വേണ്ട പ്രധാനപ്പെട്ട 4 സ്കിൽസാണ്. അതിൽ ഒന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമ്മൾക്കൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള ടെർമിനോളജി ഉപയോഗിക്കരുത്. കടുകട്ടി വേർഡ്സ് യൂസ് ചെയ്യരുത്. മേക്ക് ഇറ്റ് സിമ്പിൾ ആൻഡ് ഡയറക്റ്റ്. ഇതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ്. സ്കിൽ നമ്പർ 2, ബി ആൻ എക്സ്പേർട്ട് ഇൻ ദ ഫീൽഡ്. ഞാൻ ജ്വല്ലറി വാങ്ങിക്കുന്നത് ഒരു ജ്വല്ലറി എക്സ്പേർട്ടിൽ നിന്നാണെന്ന് കസ്റ്റമർക്ക് ഫീൽ ചെയ്യണം. സോ യു ഹാവ് ടു ബിക്കം ആൻ എക്സ്പേർട്ട് ഇൻ ദ ഗോൾഡ് ജ്വല്ലറി ഇൻഡസ്ട്രി. സ്കിൽ നമ്പർ 3, കണ്ടിന്യൂസ് ലേണിംഗ് സ്കിൽ. മറ്റുള്ള പ്രൊഫഷൻ മാതിരിയല്ല ജ്വല്ലറി സെയിൽസ്. ജ്വല്ലറി ഫാഷൻ ഡിസൈൻസ് ഈസ് ആൾവേസ് ചേഞ്ചിങ്. ദ ട്രെൻഡ് ഈസ് ചേഞ്ചിങ് ആൻഡ് ദ കൺസ്യൂമർ ബിഹേവിയർ ആൾസോ ചേഞ്ചിങ് കോൺസ്റ്റൻ്റ്ലി. എല്ലാ കസ്റ്റമറും വ്യത്യസ്തമായിരിക്കും. ഇന്ന് വന്ന കസ്റ്റമറല്ല നാളെ വരുന്നത്. ഇന്നത്തെ സാഹചര്യമായിരിക്കില്ല നാളത്തെ സാഹചര്യം. സോ ഓരോ കസ്റ്റമറിൻ്റെ അടുത്തും ഓരോ സാഹചര്യത്തിലും വ്യത്യസ്തമായി പെർഫോം ചെയ്യാൻ നമ്മൾക്ക് കഴിവുണ്ടായിരിക്കണം. ആയതിനാൽ കണ്ടിന്യൂസ് ലേണിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്കിൽ നമ്പർ 4, നമ്മൾ നല്ലൊരു ടീം പ്ലെയർ ആയിരിക്കണം. നമ്മൾ ആദ്യം ജ്വല്ലറി ഫീൽഡിൽ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം ജ്വല്ലറി സെയിൽസ്മാൻ ആയിരിക്കും, പിന്നെ അസിസ്റ്റൻറ്റ് മാനേജറാവും, പിന്നെ സ്റ്റോർ മാനേജറാവും, പിന്നെ ഏരിയ സെയിൽസ് മാനേജറാവും, പിന്നെ അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ട് വരും. പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ നല്ല ഒരു ടീം പ്ലെയർ ആയിരിക്കണം. നല്ലൊരു ടീം പ്ലെയർക്ക് മാത്രമേ നല്ലൊരു ടീം ലീഡർ ആവാനുള്ള കഴിവുണ്ടാവുള്ളൂ. ആയതിനാൽ ഈ 4 സ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റും. സോ ഫോക്കസ് ഓൺ ദിസ് all 4 skills as far as you are a salesman. Thank you very much.